എന്താണ് സാർ ഇതിന്റെ അർത്ഥം? ചോദ്യം ഉത്തരവൊന്നും വേണ്ട. തൽക്കാലം മാഡം വണ്ടിയിലോട്ട് കയറണം എന്ന് പറഞ്ഞ എനിക്ക് കാര്യം അറിയണം. സോറി. ക്ഷമിക്കണം മിസ് അശ്വതി മേനോൻ. ഒരു സാമൂഹ്യ പ്രവർത്തകയും അഭിഭാഷകയുമായ നിങ്ങളോട് ഞാൻ കാണിച്ചത് അനീതിയാണെന്ന് എനിക്കറിയാം. ഐ എം റിയലി സോറി ഫോർ ദാറ്റ്. പക്ഷേ വേണ്ടി വന്നു. നോ, ഇത് ഗുണ്ടായിസമാണ്. നിങ്ങൾ നോക്കിക്കോ, ഞാൻ ഇതിനെതിരെ പ്രതികരിക്കും. പ്രതികരിച്ചോളൂ. പക്ഷേ അതിനു മുമ്പ് എനിക്ക് പറയാനുള്ളത് മുഴുവൻ നിങ്ങൾ കേൾക്കണം. കേട്ടേ പറ്റൂ. 2 വർഷം മുമ്പ് കോസ്റ്റ് ഗാർഡ് ഇൻസ്പെക്ടർ രാജശേഖരൻ നായർ ദാരുണമായി കൊല ചെയ്യപ്പെട്ടു. അതിന് അദ്ദേഹം ചെയ്ത കുറ്റം, വധിക്കപ്പെടുന്നതിന് ഏതാനും ദിവസം മുമ്പ് സ്ഫോടക വസ്തുക്കളുമായി തീരത്തണഞ്ഞ ഒരു ബോട്ട് കസ്റ്റഡിയിലെടുത്തു. അതിൽ നിന്നും പിടിച്ചെടുത്ത സ്ഫോടക വസ്തുക്കൾ രായ്ക്ക് രാമാനം വെറും ഓലപ്പടക്കങ്ങളാണെന്ന് തെളിയിക്കാൻ അതിന്റെ സൂത്രധാരന്മാർക്ക് കഴിഞ്ഞു. പക്ഷേ രാജശേഖരന്റെ കൊലപാതകയെ അശ്വതി മേനോൻ എന്ന അഡ്വക്കേറ്റിന്റെ ബുദ്ധിയും മിടുക്കും കൊണ്ട് കോടതി വെറുതെ വിട്ടു. ആ പ്രതിയുടെ പേരാണ് ആമിർ അലി. ഒരിക്കൽ ഞാൻ ചോദിച്ചു, അന്ന് അവനെ സഹായിക്കാൻ കരുത്തരായ ആരെങ്കിലും നിങ്ങളെ സമീപിച്ചിട്ടുണ്ടോ എന്ന്. അത് നിങ്ങൾ ഒഴിഞ്ഞു മാറി. എനിക്കറിയാം അങ്ങനെ ആരോ നിങ്ങളെ സമീപിച്ചിട്ടുണ്ട്. എന്താണ് അയാളുടെ പേര്? ആ പേര് പറയിക്കാൻ ഇങ്ങനൊരു മാർഗം വേണ്ടിയിരുന്നില്ല അമർനാഥ്. ഒരേ ക്ലാസ്സിലിരുന്ന് പഠിച്ചവരാണ് നമ്മൾ. പഠിച്ച പാഠങ്ങൾ മനഃപ്പാഠമാക്കാൻ പരസ്പരം ബാധിച്ചിട്ടുണ്ട് പലപ്പോഴും. ആ അമർനാഥാണോ ഒരു ശത്രുവിനെ പോലെ, ഒരു കുറ്റവാളിയെ പോലെ? എന്നെ അമർനാഥിന് അറിയില്ലേ? സോറി. ഒരു ദൗത്യം ഏറ്റെടുത്താണ് ഞാൻ ഇവിടെ വന്നത്. പക്ഷേ ഞാൻ തോറ്റുപോയി. എന്നെ തോൽപ്പിച്ചവരുടെ കൂട്ടത്തിൽ താൻ ഉണ്ടാകരുതെന്ന് ഞാൻ ആഗ്രഹിച്ചു. ഒരു വട്ടമെങ്കിലും ജയിക്കാൻ, ഒരു സമൂഹത്തെ മുഴുവൻ രക്ഷിക്കാൻ ഒരു കച്ചിത്തുരുമ്പാണ് എനിക്ക് ആ പേര്. പ്ലീസ് പ്ലീസ് ടെൽ മീ. നിങ്ങൾ എന്നെ ഒരുപാട് തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. ആ കേസ് വാദിച്ചതിലൂടെ രാജ്യദ്രോഹികളാണ് ഞാൻ രക്ഷിച്ചതെന്ന് എനിക്കറിയില്ലായിരുന്നു. ഒരു പ്രതിക്ക് വേണ്ടി കോടതിയിൽ ഹാജരാകുക, കേസ് ജയിക്കുക, അഡ്വക്കേറ്റ് എന്ന നിലയിൽ പ്രശസ്തി നേടുക, പിന്നെ ഞാൻ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരാളിന്റെ സുഹൃത്ത്, അനുയായി, സന്തത സഹചാരി. അയാൾ വന്ന് കാല് പിടിച്ചപ്പോ ആരാണ്? എന്താ? എന്ത് വേണം? എനിക്ക് ഈ വീടൊന്ന് പരിശോധിക്കണം. പരിശോധിക്കാൻ? ഞാൻ ആരാണെന്ന് തനിക്കറിയോ? അറിയാം, മന്ത്രിയാണെന്നറിയാം. അതുകൊണ്ടാണ് സ്പെഷ്യൽ സാങ്ഷൻ ഇവിടെ വന്നിരിക്കുന്നത്. നോ, പറയരുത്. അർത്ഥണ്ട സാർ, പ്ലീസ്. ഇതെല്ലാം പരിശോധിക്കുന്നതുവരെ നിങ്ങൾ സേഫാണ്. അതിനിടയിൽ അതിബുദ്ധി കാണിക്കാൻ ശ്രമിച്ചാൽ നാളെ ഇത് പത്രത്തിൽ വാർത്തയാകും. ബി കെയർഫുൾ. കം.
क्या नाम था उस कमीने इंस्पेक्टर का? इंस्पेक्टर अमरनाथ। बड़ा कमाल का आदमी है यार। हर हमेशा मेरे को बोलता था ये करेगा वो करेगा। एक मामूली पुलिस इंस्पेक्टर को कुछ नहीं कर सका, अपने आप को इतना बड़ा बादशाह बोलता है। थू! अरे डूब मरो पानी में साला। मिनिस्टर, क्या वादा किया था जॉन बेटो से? क्या वादा किया था तुमने जिंदगी में सिर्फ एक ही बड़ा काम किया, हमारा सिगरेट का फ्लॉपी डिस्क उस इंस्पेक्टर के हाथ भोंक के। ചില്ലാനാ മत. क्यों नहीं चिल्लाऊं? गया अब साला भोंक के फायदा क्या फायदा? എനിക്കൊരു മുഖ്യമന്ത്രി പദമാണ് ആവശ്യമെങ്കിൽ നിങ്ങളെ ഇങ്ങോട്ട് കെട്ടി എഴുന്നേൽക്കേണ്ട ആവശ്യം എനിക്കില്ല. പൂമനം കടപ്പുറത്തെ 8-9 എണ്ണത്തിന് കശാപ്പ് ചെയ്തപ്പോ എന്റെ 16 MLA-മാരെ കൂട്ടി ഒരു രാത്രി പ്രതിപക്ഷമായ ഒരു അലയൻസ്. അത്രയും മതിയായിരുന്നു ജയദേവന് മുഖ്യമന്ത്രിയാകാൻ. പക്ഷെ നിങ്ങൾ എന്നെ തടഞ്ഞു. വീണ്ടും വീണ്ടും കലാപം ഉണ്ടാക്കാൻ നിങ്ങൾ എന്നെ നിർബന്ധിച്ചു. ലക്ഷങ്ങളുടെ ആയുധങ്ങൾ, സ്ഫോടക വസ്തുക്കൾ നിങ്ങൾ ഇവിടെ ഇറക്കി. പഞ്ചാബിലും കാശ്മീരിലും എന്തിന് തൊട്ടടുത്ത സംസ്ഥാനങ്ങളിൽ വരെ അതിപ്പോഴും പൊട്ടിക്കൊണ്ടിരിക്കുകയല്ലേ? സ്വന്തം നാടിനെ വഞ്ചിച്ച്, എന്നെ വിശ്വസിച്ച് എന്റെ ജനങ്ങളെ വഞ്ചിച്ച് നിങ്ങൾ നടത്തിയ ക്രൂരമായ ചൂതാട്ടം. ലോക്, ഇപ്പൊ എന്റെ കയ്യിലെ പട്ടത്തിന്റെ ചരടൊന്ന് പാളിയപ്പോ തടി രക്ഷിക്കാനാണ് ഈ ഗർജനമെങ്കിൽ ഇന്റലിജൻസും ഇന്റർപോളും വലവീശിയിരിക്കുന്ന നിങ്ങൾ ബോംബെയിലും ഡൽഹിയിലും കളിച്ച കളിയൊന്നുമല്ല കളിയെന്ന് എനിക്ക് നിങ്ങളെ ബോധ്യപ്പെട്ടേണ്ടി വരും. അതുകൊണ്ട് ആ വിരട്ടൊന്നും ഇവിടെ വേണ്ട. भाषण दिया, बहुत बहादुर है ना तू। मैं सुना तेरा भाषण, बहुत खुश हुआ। देख लिया कितना ताकत है तेरे में, समझा? നിങ്ങളുടെ വീട്ടിൽ നിന്ന് ആ നായിന്റെ മോൻ എടുത്തോണ്ട് പോയ ഫ്ലോപ്പി പരിശോധിച്ചാ എല്ലാരും കൊടുങ്ങും. അതിനു മുമ്പ് അവനെ തട്ടിക്കളയാൻ വല്ല മാർഗം ഉണ്ടോന്ന് ആലോചിക്കും. साला ये खेल ही पूरा डर का है। जहां पब्लिक हमारे से डरना बंद कर दिया, हमारा खेल खत्म। अब आगे का खेल देखो मैं खेलता हूं। ये दुश्मन का हाथ पैर काट के कुछ नहीं होने वाला, उसका साला गर्दन ही काट डालने का, और वो गर्दन मैं काटेगा। ഒരു കത്ത് ഇതാ. ഞാനിപ്പോൾ ശത്രുവിന്റെ പട്ടികയിലാണെന്ന് എനിക്കറിയാം. എങ്കിലും ആവശ്യപ്പെടുകയാണ്, വിരോധമില്ലെങ്കിൽ ഒന്നിന്റെ വീട് വരെ വരാമോ? മുന്തിരിയിട്ടല്ല, പഴയ അബ്ദുൾ റഹീമായി. പക്ഷെ ചില രഹസ്യങ്ങൾ അത് പറഞ്ഞേ പറ്റൂ. എന്നെ സ്വന്തം അശോകി. ഒരു ടാക്സി വിളിച്ചിട്ടുണ്ട്. ശരി. ഇല്ല, ഞാൻ അങ്ങനെ ഒരു കത്ത് എഴുതിയിട്ടില്ല. അല്ലെങ്കിൽ തന്നെ ഇങ്ങനെ ഒരു കത്ത് എഴുതാനും ഒരുപാട് തിരക്കുള്ള ഒരാളെ വീട്ടിൽ വിളിച്ചു വരുത്തുവാനും ഞാൻ ആര്? പ്രത്യേകിച്ച് ഒരു ശത്രുവായി ഞാൻ. പ്ലീസ്, അതിലേക്കൊന്നും ഇപ്പൊ കടക്കണ്ട. വിധി നമ്മെ ഒരുപാട് അകറ്റിയിട്ടുണ്ട്. അതിലൊരു പക്ഷേ നമ്മുടെ ആദർശങ്ങൾക്ക് പങ്കുണ്ടാവാം, ഈ സമൂഹത്തിന് പങ്കുണ്ടാവാം. എന്നിട്ടും ചതിക്കാൻ കരുക്കളൊരുക്കി കാത്തിരിക്കുകയാണ് ഇപ്പോഴും ചിലർ. അതിന്റെ സാക്ഷ്യപത്രമാണ് ഈ കത്ത്. ജീവിച്ചിട്ടില്ല ഞാൻ. ജയിച്ചും തോറ്റും പിടിച്ചടക്കി ആദർശത്തെ മുറുകെ പിടിച്ചുകൊണ്ടുള്ളൊരു പടയോട്ടം. തിരിഞ്ഞു നോക്കുമ്പോ ജീവിതം മാത്രം.
സത്യമാണെന്നറിയില്ല. ഇന്നലെ രാത്രി മന്ത്രി അബ്ദുൾ റഹീം സാറ് രഹസ്യമായി വീട്ടിൽ വന്നതായിട്ടാണ് ഇവിടെയൊക്കെ സംസാരം. അങ്ങനെ സംസാരം എന്താണ് കുഴപ്പം? ദേഷ്യപ്പെടുന്നത് താൻ വെറുതെ ആളുകളോട് ചൂടാകണ്ട. പ്രശ്നത്തിന്റെ പോക്ക് മുഴുവൻ അബ്ദുൾ റഹീം സാറിന്റെ ലക്ഷ്യം വെച്ച. സൂക്ഷിച്ചു നോക്കുമോനെ. ഈ ഫോട്ടോയിൽ കാണുന്ന സാറ് തന്നെയല്ലേ ആന്റിയെ കാണാൻ അവിടെ വന്നത്? അതെ. വേറെ ആരും അവിടെ വന്നിട്ടില്ലല്ലോ. ഇല്ല. അയാൾ വന്ന് എന്തോ ആന്റിയോട് ചൂടായി സംസാരിച്ചു അല്ലേ മോനെ? മോൻ പറഞ്ഞു. ഇത് കൊച്ചുകുട്ടിയല്ലേ സാർ, അവർ തമ്മിൽ സംസാരിക്കുന്ന ഇടയ്ക്ക് ഉറങ്ങിപ്പോയിന്ന് ഈ കുട്ടി തന്നെ പറഞ്ഞില്ലേ സാർ? മിസ്റ്റർ രാമേന്ദ്രൻ, ക്രൈംബ്രാഞ്ചിന് കൈമാറിയ ഒരു കേസാണിത്. പിന്നെ നിങ്ങളെയൊക്കെ വിളിപ്പിച്ചത് സംഭവങ്ങളുടെ പ്രീവിയസ് പൊസിഷൻ എന്തായിരുന്നു അറിയാനാ, അല്ലാതെ ആരോടൊക്കെ എന്തൊക്കെ ചോദിക്കണം, എങ്ങനെ അന്വേഷിക്കണം എന്നുള്ള ബുദ്ധി പറഞ്ഞു തരാൻ വേണ്ടിയല്ല. സാർ 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയാണത്. നിങ്ങൾ എന്തിനാ എമോഷണൽ ആകണം മിസ്റ്റർ? ഇമോഷണൽ ആവും സാർ. കാരണം പലപ്പോഴും ഇയാൾ ഒരുപാട് സംരക്ഷിച്ചുള്ള ഒരു മിനിസ്റ്ററാ. ഒരാപത്ത് വരുമ്പോ പിന്നെ തിരിച്ചു നന്ദി കാണിക്കണമല്ലോ, അല്ലേ? അത് തോന്നിയത് കൊണ്ടാണ് ഈ കേസ് ഇത്രയും പെട്ടെന്ന് ക്രൈംബ്രാഞ്ചിന്റെ കൈകളിൽ എത്തിയത്. അതിനെക്കുറിച്ചൊന്നും പറഞ്ഞു സാർ. ഇതാണ് സാർ മിനിസ്റ്ററുടെ PA. താനല്ലേ മിനിസ്റ്റർക്ക് ടൂറിസ്റ്റ് ആക്ട് വിളിച്ചു കൊടുത്തത്? കാർ വിളിച്ചു കൊടുത്തു. പക്ഷേ എന്താ ഒരു പക്ഷേ? വിളിച്ചു കൊടുത്തില്ലേ? അതിന്റെ അർത്ഥം മിനിസ്റ്റർ ആ വീട്ടിൽ പോയി എന്നല്ലടോ. അങ്ങോട്ടേക്കാണ് പോയത്. പക്ഷേ പിന്നെ എന്താ ഒരു പക്ഷേ? വയ്ക്കോ. തന്റെ വണ്ടിയിലാണ് മന്ത്രി അശ്വതിയുടെ വീട്ടിലേക്ക് പോയത്. അതെ.
താനാണ് തിരിച്ചു കൊണ്ടുവന്നതും. അതെ, പോയ പോലെയല്ല മന്ത്രി തിരിച്ചു വന്നത്, അല്ലേ? അദ്ദേഹം ആകെ പരിഭ്രമിച്ചിരുന്നു. വല്ലാത്തൊരു ഭാവമായിരുന്നു മന്ത്രിയുടെ മുഖത്ത്. വയ്ക്കോ. സാർ, മിനിസ്റ്റർക്ക് ആ പെണ്ണിനോട് വേറെയും ശത്രുതയുണ്ട്. അദ്ദേഹത്തിനെതിരെ പ്രകടനം നയിക്കുക, പരസ്യമായി വെല്ലുവിളി നടത്തുക, അതും പഴയ കാമുകി. അല്ലായിരുന്നെങ്കിൽ ഒരിക്കലും അസമയത്ത്, അതും മറ്റാരെയും കൂടാതെ അദ്ദേഹം അവിടെ പോകുമായിരുന്നില്ല. അതെ, മിനിസ്റ്റർ ആയതിന്റെ പേരിൽ സംശയിക്കപ്പെടുന്ന ഒരാളെ ചോദ്യം ചെയ്യാതെ വിടുന്നതും ശരിയല്ല. സാർ പ്ലീസ്, ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്നത് മുഴുവൻ ദേശദ്രോഹികളാണ് സാർ. മറ്റു പല കുറ്റങ്ങളും പുറത്തു കൊണ്ടുവരാതിരിക്കാനും പലരെയും നിശബ്ദരാക്കാനും വേണ്ടി മനഃപൂർവ്വം കളിച്ച കളിയാണ് സാർ. ഷടാപ്പ്! താൻ ആരാടോ ഇതൊക്കെ ചോദിക്കാൻ? കാക്കി കുപ്പായി മണിച്ച് എല്ലാവരെയും രക്ഷിക്കാൻ വേണ്ടി ദൈവം ഭൂമിയിലേക്ക് ഇറക്കിപ്പെട്ട ദൈവപുത്രന. ബാക്കിയുള്ളവരൊക്കെ മണ്ടന്മാരല്ലേ? പാതിരാത്രി നേരത്ത് അംഗരക്ഷകനെയും ഔദ്യോഗിക വാഹനം ഉപേക്ഷിച്ച് മന്ത്രി ആ പെണ്ണിന്റെ വീട്ടിലേക്ക് പോയത് ശൃംഗരിക്കാനല്ലേ? സാർ ഇറങ്ങി പോണം മിസ്റ്റർ. ഐ സേ യു ഗെറ്റ് ഔട്ട് മാൻ. തൽക്കാലം അബ്ദുൾ റഹീമിനെ കസ്റ്റഡിയിലെടുക്കാൻ വേണ്ട നടപടികൾ പൂർത്തിയാക്കിയതിനു ശേഷം എന്നെ അറിയിക്കൂ. കസ്റ്റഡിയിലെടുക്കാൻ പോകുമ്പോ പ്രകോപനം ഉണ്ടായേക്കാം. Then you seek their help. Okay? സാർ. തോപ്പിച്ചു നമ്മളെ.
മറ്റേ വണ്ടി ഇങ്ങോട്ട് കോസ്റ്റ് ഗാർഡ് ഇൻസ്പെക്ടർ രാജശേഖരൻ നായരുടെ നിഷ്ഠൂരമായ കൊലപാതകം, പൂമനം കടപ്പുറത്ത് നിങ്ങൾ നടത്തിയ ഹീനമായ മനുഷ്യക്കുരുതി, അധോലോക നായകൻ ജോൺ ബ്രിട്ടോയുമൊത്ത് നിങ്ങൾ നടത്തിയ വൻ ആയുധക്കള്ളക്കടത്ത്, ഇതെല്ലാം പുറത്തു വരുമെന്ന് ഉറപ്പായപ്പോൾ അശ്വതി എന്ന പാവം പെൺകുട്ടിയെ ശ്വാസം മുട്ടിച്ചു കൊന്നു. ആ കുറ്റം അബ്ദുൾ റഹീമിന്റെ തലയിൽ കെട്ടിവെച്ച് 24 മണിക്കൂറിനുള്ളിൽ അയാളെ തടവിലാക്കി എന്നെ നിശ്ചലനാക്കാൻ നിങ്ങൾ കാണിച്ച ബുദ്ധി ആരുടേതാണെന്ന് എനിക്കറിയാം. പക്ഷേ അതുകൊണ്ടൊന്നും എന്നെ തളയ്ക്കാനാവില്ല ജയദേവൻ. നാളെ കോടതിയുടെ കുമ്പസാരക്കൂട്ടിൽ ഞാൻ തന്നെ കയറ്റി നിർത്തും. കൂടെ അവനും ഉണ്ടാവും, ജോൺ ബ്രിട്ടോ. മതിയോ പ്രസംഗിച്ചത്? കയ്യൂക്ക് കാണിച്ച് എന്നെ നിന്റെ മുമ്പിൽ കൊണ്ടിരുത്തിയപ്പോ മുട്ടും കുത്തിന്ന് മാപ്പിലൊക്കെ വിചാരിച്ചോ നീ? 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ കൈ കൊടിയും പിടിച്ച് തെരുവിലിറങ്ങിയവനാ ഞാൻ. അതിനിടയ്ക്ക് നിന്നെ പോലെ പല മിടുക്കന്മാരെ കണ്ടും പൊരുതിയും തടസ്സം നിന്നവനെയൊക്കെ വെട്ടിമാറ്റിയുവാ ഞാൻ ഈ നിലയിലെത്തിയത്. താൻ പോണു. ഇവനൊരു കോപ്പും ചെയ്യില്ല. ഇവനേക്കാൾ നെഞ്ചൂക്കായിരുന്നു ഇവന്റെ തന്തയ്ക്ക്. എന്നിട്ട് എന്ത് പറ്റി? ഒരു പഴമ്പായി പൊതിഞ്ഞ് ഇവന്റെ മുമ്പിൽ വെച്ചു വിട്ട ചാരവസ്തയും സ്വന്തം തന്തയുടേതായിരുന്നു എന്ന് ഉറപ്പുണ്ടോ നിനക്ക്? ഒപ്പം കത്തിക്കരിഞ്ഞ ഏതോ തീറ പോലീസുകാരന്റെ അസ്ഥിയെടുത്ത് ശേഷക്രിയ നടത്തേണ്ടി വന്നവനല്ലേടാ നീ. ഇനി പറ, അച്ഛന്റെ ചരിത്രം ആവർത്തിക്കണമെന്ന് നിനക്ക്? പാവമല്ലേ നിന്റെ അമ്മ? ആ അസ്ഥിയും ചാരവും പുണ്യതീർത്ഥത്തിൽ ഒഴുക്കുമ്പോഴും ആ ആത്മാവിന് ബലിയൂട്ടുമ്പോഴും കണ്ണു നിറച്ച് കാണാതെ പിരിഞ്ഞ അച്ഛനും സത്യം എന്റെ നെഞ്ചിലുണ്ടായിരുന്നു. 1000 വട്ടം ജന്മമെടുത്താലും അച്ഛനെന്ന വാക്കിന്റെ അർത്ഥവും പൊരുളും നിനക്ക് മനസ്സിലാവില്ല. അതറിയണമെങ്കിൽ ഒറ്റ തന്തയ്ക്ക് ജനിക്കണം.
നിങ്ങൾക്ക് അച്ഛനെയും മകനെയും സഹോദരങ്ങളെയും നഷ്ടപ്പെടുത്തിയത് ഇവനാണ്. മതത്തിന്റെയും ജാതിയുടെയും പേരിൽ ഇവിടെ നടന്ന കൂട്ടക്കൊലകളുടെ മുഴുവൻ പിന്നിൽ പ്രവർത്തിച്ചത് ഇവനാണ്. ജോൺ ബ്രിട്ടോ, വർഗീയ സംഘർഷങ്ങളുടെ നാടല്ല ഇത്. തീവ്രവാദത്തിന്റെ വിത്ത് വിതച്ചാലും മുളയ്ക്കുന്ന വിളഭൂമിയല്ല ഇത്. അക്ഷരം പഠിക്കുന്ന ആദ്യ പാഠത്തിന്റെ ആദ്യ താളിൽ നിന്നും മനഃപ്പാഠമാക്കിയ, ദേശസ്നേഹത്തിന്റെ അമൃതാക്ഷരങ്ങൾ ജപമന്ത്രമാക്കിയ ദേശസ്നേഹികൾ വാഴുന്ന നാടാണോ ഇത്? ഈ പവിത്ര ഭൂമിയിൽ ചോരത്തുള്ളികൾ വീട്ടിൽ ലാഭം കൊയ്യാൻ ആരെയും അനുവദിക്കില്ല ഞങ്ങൾ. ഇവനെ ഞങ്ങൾക്ക് വേണം. ഇവരെ ഞങ്ങൾക്ക് വിട്ടുതരണം. ഇവരെ ശിക്ഷിക്കേണ്ട കോടതി ഇതാണ്. നിങ്ങൾ നിയമം കയ്യിലെടുക്കരുത്. സമാധാനമായിട്ട് പിരിഞ്ഞു വേണം. പിരിഞ്ഞു പോവാൻ പ്രശ്നം